ഇവന് സർക്കാർ മെറിറ്റിലാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് ഇവനെടുത്ത് കളഞ്ഞിട്ട് അടുത്ത വർഷം ഒരു 50 ലക്ഷം രൂപയ്ക്ക് ഒരുത്തനെ കയറ്റിയ അവർക്ക് ഈ മാനേജ്മെൻറ്റ് ട്രസ്റ്റിൽ 50 ലക്ഷം രൂപ ലാഭമില്ലേ, അല്ലെ 75 ലക്ഷം രൂപ. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവർ ചെയ്തത്. നിങ്ങളിത് പുറത്ത് കൊണ്ടുവരണം. സിദ്ധാർത്ഥനുണ്ടായതുപോലെ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 5 കിലോമീറ്റർ പോലും ഇല്ല സിദ്ധാർത്ഥൻ്റെ വീട്. പൂക്കോട് ആശുപത്രിയിൽ വെച്ച് അവൻ ബസ് സ്റ്റാൻഡ് വരെ വന്ന ആ സിദ്ധാർത്ഥനെയാണ് തിരിച്ചു വിളിച്ച് റാഗ് ചെയ്ത് അവനെ കൊന്നത്. അതുപോലെ എൻ്റെ മോനെ കൊന്നതാണ്, അല്ലാതെ അവൻ ആത്മഹത്യ ചെയ്തില്ല. ഇത് വാടക വീടാണ്. അവൻ്റെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. അവൻ പറഞ്ഞ അച്ഛനെ അമ്മയെ കഷ്ടപ്പെടേണ്ട, അച്ഛൻ പെയിൻ്റ് അടിച്ചല്ലേ ഞങ്ങളെ ഇത്രയും നാൾ വളർത്തി വിദ്യാഭ്യാസം ചെയ്തത്, അമ്മ കൂലിപ്പണിയെടുത്തല്ലേ ചെയ്തത്. പക്ഷേ ഞാൻ വളർന്ന് ഈ ഇന്ത്യയിലും കേരളത്തിലും ഇത് ജോലി ചെയ്യാതെ പഠിച്ച് ഞാൻ ജോലി നേടുന്നത് UK അവിടെ ഞാൻ ഒരു 10-15 വർഷം സർവീസ് എടുക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കുള്ള എല്ലാ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള എല്ലാം ചെയ്യുമെന്ന് ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ മുമ്പേ ഒന്ന് ചാടൂ? ഇല്ല, ചാടാൻ അവന് പറ്റൂല. കാരണം അവന് ഇവിടെ ആഴ്ചതോറും വരുമ്പോൾ ഞാൻ എവിടെയും പൈസ കൊടുത്തിട്ട് എല്ലാം കളക്ട് ചെയ്യണത്, അവൻ സാധനങ്ങളെല്ലാം തള്ളയും കൂടെ വിളിച്ചുകൊണ്ട് പോയി ഓട്ടോയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരണവനാണ് അവൻ. എല്ലാ കുടുംബകാര്യങ്ങളും അറിഞ്ഞ് ചെയ്യണവനാണ് അവൻ. ഒരിക്കലും ഒന്നും ചെയ്യൂല, അറിയാം. എന്നെ എപ്പോഴും തോളി കേട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഞായറാഴ്ച ദിവസം ഞങ്ങൾ അപ്പുറത്ത് ബേക്കറിയിലൊക്കെ പോകുമ്പോൾ എൻ്റെ തോളിൽ കേട്ട് കൂട്ടുകാരെ പോലെയാണ് നടക്കുന്നത്. അവൻ എന്നെ ചതിക്കാൻ പറ്റൂല, എൻ്റെ കുടുംബത്തെ ചതിക്കാൻ പറ്റൂല. അവൻ അങ്ങനെ വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യൂല. കൊലപാതകം തന്നെയാണ്, അറിഞ്ഞ് കൂട്ടിക്കൊണ്ട്. നിങ്ങളത് പുറത്ത് കൊണ്ടുവരണം. എനിക്കിത്രയേ പറയാനുള്ളൂ. അതെ, ഇല്ല, ആരും ബോഡിക്ക് മുമ്പും ബോഡി വന്നതിന് ശേഷവും വന്നുമില്ല ഇതുവരെയും. അവൻ എത്ര നാൾ അവിടെ പഠിച്ചതല്ല. സംസ്കാരം കഴിഞ്ഞോ, അച്ഛനും അമ്മ എന്ത് ചെയ്യുന്നു, ഒരു വാക്കുപോലും ചോദിച്ചിട്ടില്ല. വരണ്ടല്ലോ അവർ, നല്ലൊരു വാക്ക് പറയാമല്ലോ. ഒരു ഫോൺ എൻ്റെ എല്ലാവരുടെയും നമ്പർ അവരുടെ കയ്യിലുണ്ട്. HOD കയ്യിലുണ്ട്, പ്രിൻസിപ്പാളിൻ്റെ കയ്യിലുണ്ട്, അവിടുത്തെ സ്റ്റാഫ് റൂമുകളിലെല്ലാം ഉണ്ട്, ഓഫീസിലുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഒരു വാക്ക് എന്നെ വിളിച്ച് അച്ഛ എന്നൊക്കെയാണ് അവർ വിളിച്ച് സംബോധന. അച്ഛ മോൻ്റെ അടക്കം കഴിഞ്ഞ സംസ്കാരം, നമ്മൾ വേറെ ഒന്നും പറയില്ലല്ലോ, അവരെ വേറെ ഒന്നും പറയില്ലല്ലോ. ഒരു വാക്ക് ഇതുവരെയ്ക്കും ഒരു വിദ്യാർത്ഥിയോ അവിടെ പഠിക്കുന്ന അധ്യാപകരോ പഠിപ്പിച്ച അധ്യാപകരോ ചോദിച്ചില്ലേ. ഇവ ഏകദേശം 1 വർഷത്തിനകത്ത് പഠിച്ചതില്ലേ അവിടെ, ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളീ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇത് ചെയ്യണവരാ കുടുംബക്കാർ. ആ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥിയും പറഞ്ഞു വിടല്ല. കാരണം ഞാൻ അതിനകത്ത് പോയി അനുഭവിച്ചവനാണ്. 4 പ്രാവശ്യമാണ് പോയത്, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക്. ഒരു പ്രാവശ്യം എൻ്റെ മൂത്ത മരുമകനും വന്നായിരുന്നു. ആ മരുമകനും അനുഭവിച്ചാണ് അവിടെ 150 ഏക്കറിലാണ് ക്യാമ്പസിനകം കിടക്കണം. കാടും കെട്ടിടങ്ങളും. ചില കെട്ടിടങ്ങളെന്നാൽ വൃത്തിയും വെടിപ്പും ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു കെട്ടിടത്തിലാണ് എൻ്റെ മോനെ ഓട്ടിച്ച് കയറ്റിയത്. ഓട്ടിച്ചല്ല, ഈ ഉച്ച സമയത്ത് അവിടെ ഓടിപ്പോയി കയറേണ്ട കാര്യമൊന്നുമില്ല. എത്ര അവനെ ടോർച്ചർ ചെയ്താലും ഈ ലൈബ്രറിയും കിടന്ന് ആ ബിൽഡിങ്ങിൽ, ആ പട്ടികൾ കയറി താമസിക്കുന്ന ബിൽഡിങ്ങിൽ അവൻ ഓടിക്കയറി ചാടേണ്ട ഒരു കാര്യമില്ല. അവൻ കയറേണ്ട കാര്യമില്ല. കാരണം അത് നിങ്ങളെ ക്യാമ്പസിനകത്ത് നിങ്ങളെ ചാനലിന് കണ്ണൂർ മേഖലയിലെല്ലാം ഉണ്ടല്ലോ, അവരോട് തിരക്കാൻ പറയണം. ആ ബിൽഡിംഗ് ഇരിക്കണം, ആ ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ എൻ്റെ മോൻ ഒരിക്കലും കയറില്ല. ഓട്ടിച്ച് കയറ്റിയതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ വിഷ്വൽസ് ഉണ്ട്, CCTV ഉണ്ട്. അവർക്ക് എല്ലാം അറിയണമല്ലോ, എല്ലാം പുറം ലോകം അറിയിക്കണമല്ലോ. ഓടിക്കയറിയിട്ട് പിന്നെ കാണാത്ത ബാക്കി കാര്യങ്ങൾ, ബാക്കിയില്ല സംവിധാനം. അപ്പോൾ എല്ലാം വ്യക്തമായ പ്ലാൻഡായിരുന്നു, വ്യക്തമായ മർഡറായിരുന്നു. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവന് ചെയ്യാനുള്ള കപ്പാസിറ്റി അത്ര ഇല്ല. 35-40 കിലോ വെയിറ്റേ ഉള്ളൂ. അങ്ങനെയുള്ള ആളെങ്കിലും